തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത് ഒരു മാസമാകുമ്പോഴും പ്രതിക്ക് വേണ്ടി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കേസിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്തിനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെയും അയാളുടെ കുടുംബത്തെയും കാണാതായി 3 ആഴ്ചയായിട്ടും യാതൊരു സൂചനയുമില്ല. കേന്ദ്ര ഇന്റലിജൻസിന്റെ പോലും കണ്ണുവെട്ടിച്ച് ഇവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? അതോ സുഗാന്തും കുടുംബവും വിദേശത്തേക്ക് കടന്നു കാണുമോ? അതിനിടെ സുഗാന്തിൻ്റെ എടപ്പാളിലെ വീട്ടിൽ പരിശോധന നടത്തിയ പോലീസ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും ബാങ്ക് പാസ്ബുക്കുകളും പിടിച്ചെടുത്തു. കേസിൽ പ്രതിയായതോടെ സുഗാന്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി IB അറിയിച്ചു. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിന് വേണ്ടി 3 ആഴ്ചയായി അന്വേഷണ സംഘം നടത്തുന്ന തെരച്ചിലാണ് അനിശ്ചിതമായി തുടരുന്നത്. പോലീസ് സംഘം രണ്ടായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. സുഗാന്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ച ചെന്നൈയിൽ ഒരാഴ്ചയിലേറെ വ്യാപകമായ പരിശോധന നടത്തിയ സംഘം തിരുവനന്തപുരത്ത് തിരികെ എത്തി. മലപ്പുറത്തെ ഇയാളുടെ ബന്ധുവീടുകളിലും തൃശൂർ കുന്നംകുളത്തെ ബന്ധുവീടുകളിലും മറ്റൊരു സംഘം പരിശോധന നടത്തി. എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. കേസിൽ പ്രതി ചേർത്ത സുഗാന്തിന്റെ മാതാപിതാക്കളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മൂകാംബിക ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ പരിസരത്തും സുഗാന്തും കുടുംബവും ഒളിവിൽ കഴിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന നടക്കുന്നുണ്ട്. അതിനിടെ സുഗാന്തിന്റെ മലപ്പുറം എടപ്പാളിലെ വീട്ടിൽ പോലീസ് വീണ്ടും പരിശോധന നടത്തി. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കോടതി ഉത്തരവുമായി അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. വട്ടംകുളം പഞ്ചായത്ത് അംഗം EA സുകുമാരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെയും അയൽവാസിയായ ഇബ്രാഹിമിന്റെയും സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. വീടിന്റെ താക്കോൽ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയാണ് പോലീസ് അകത്ത് കയറിയത്. പരിശോധനയിൽ മുറികളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. പിന്നീട് മുകളിലെ നിലയിൽ സുഗാന്തിന്റെ പൂട്ടിക്കിടന്ന മുറിയും അലമാരിയും കുത്തിത്തുറന്ന് പരിശോധിച്ചു. ഇതിൽ നിന്നാണ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും കണ്ടെടുത്തത്. ഇവ കൂടാതെ നിരവധി രേഖകളും പോലീസ് പരിശോധിച്ചു. പേട്ട SI ബാലു, സിവിൽ പോലീസ് ഓഫീസർ അൻസാർ, ചങ്ങരകുളം സ്റ്റേഷനിലെ SCPO സബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ഇതിനു പിന്നാലെയാണ് സുഗാന്ത് സുരേഷിനെ IB പിരിച്ചുവിട്ടതായ വിവരം പുറത്തുവരുന്നത്. കേസിൽ പ്രതിയായതോടെയാണ് വകുപ്പ് തല അന്വേഷണം നടത്തി നടപടിയെടുത്തത്. കൊച്ചി വിമാനത്താവളത്തിൽ പ്രൊബേഷണറി ഓഫീസറായിരുന്നു സുഗാന്ത് സുരേഷ്. ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിനാണ് നീക്കമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. പ്രൊബേഷൻ സമയമായതിനാൽ നിയമ തടസ്സങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് IBയുടെ നടപടി. IB ഉദ്യോഗസ്ഥയെ ഗർഭചിത്രം നടത്തിയതിനു ശേഷം വിവാഹത്തിൽ നിന്നും സുഗാന്ത് പിൻവാങ്ങിയതാണ് 24-കാരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് യുവതി ആത്മഹത്യ ചെയ്തെന്നാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. കഴിഞ്ഞ മാർച്ച് 24 രാവിലെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പത്തനംതിട്ട കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ ചാക്കയ്ക്ക് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. ലൈംഗികാതിക്രമണത്തിന് പുറമെ സാമ്പത്തിക ചൂഷണത്തിനും യുവതി ഇരയായതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.